ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നെഹാ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് നമുക്ക് ചെറുപഴം കൊണ്ട് ഒരു അടിപൊളി ഹെൽത്തി സ്നാക്ക് ഉണ്ടാക്കിയാലോ. എണ്ണയിൽ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മാത്രമല്ല, നമ്മളിതിൽ ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ചേർക്കുന്നത്. നമ്മുടെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി സ്നാക്കാണ് കേട്ടോ അത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 8 ചെറുപഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇഡ്ഡലിത്തട്ടിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. ജസ്റ്റ് ഒരു 3 മിനിറ്റ് മാത്രം ആവി കൊള്ളിച്ചെടുത്താൽ മതി. അപ്പോൾ ഇഡ്ഡലിത്തട്ടിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായി ചൂടാക്കിയതിന് ശേഷം മാത്രം ഇതിലോട്ട് ചെറുപഴം ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 പഴം ഇരട്ടപ്പഴമാണ് കേട്ടോ. ഇനി ഇത് അടച്ച് വെച്ചൊരു 3 മിനിറ്റ് ഒന്ന് ആവി കൊള്ളിക്കാം. അപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചെറുപഴമൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഇനി അടുത്തതായി ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് 1 കപ്പ് അരി ഇട്ട് കൊടുക്കണം. നമ്മൾ സാധാരണ ചോറൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന അരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഈ റൈസ് ഒന്ന് വറുത്തെടുക്കുകയാണ് വേണ്ടത്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കുക. നല്ല ബ്രൗൺ കളറായിട്ട് അരിയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നത് വരെ വറുത്തെടുക്കുക. അപ്പോൾ ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ അരി തണുത്തതിന് ശേഷം ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നല്ല തരിതരിയായിട്ടാണ് നമ്മളിത് പൊടിച്ചെടുക്കേണ്ടത്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പഴത്തിൻ്റെ തൊലിയെല്ലാം കളഞ്ഞൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള അരിപ്പൊടി കൂടി ചേർക്കാം. പിന്നെ 1 കപ്പ് തേങ്ങ ചിരവിയതും ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യം വേണ്ടത് ശർക്കരയാണ്. അപ്പോൾ 4 അച്ച് ശർക്കര ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കല്ലൊന്നും ഇല്ലാത്ത നല്ല ശർക്കര നോക്കി എടുക്കുക കേട്ടോ. പിന്നെ ഒരു 4 ഏലക്കേൻ്റെ കുരു ചതച്ചിട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർക്കുക, നമ്മുടെ സ്നാക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പഴമൊക്കെ നന്നായിട്ട് ഉടച്ചെടുക്കണം നമ്മൾ കൈകൊണ്ട് തന്നെ. അപ്പോൾ നന്നായി വന്നതുകൊണ്ട് നമ്മളിങ്ങനെ ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ തന്നെ പഴമൊക്കെ നന്നായി ഉടഞ്ഞ് കിട്ടും. അപ്പോൾ ഞാനിതിവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് ഓയിലോ നെയ്യോ തടവിയതിന് ശേഷം നമ്മളിത് കൈ കൊണ്ടൊന്ന് ഉരുട്ടിയെടുക്കുക. നല്ലൊരു ബോൾസിൻ്റെ ഷേപ്പിലാക്കി എടുത്താൽ മതി. അപ്പോൾ ബോൾസിൻ്റെ ഷേപ്പിൽ തന്നെ ആക്കിയെടുക്കണം എന്നില്ല കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ ഭംഗിയൊന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഡെസിക്കേറ്റഡ് കൊക്കനട്ട് പൗഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇത് വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ, അത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ എല്ലാം നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ സ്നാക്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹെൽത്തി സ്നാക്കാണ്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തൊരു ബെൽ ബട്ടൺ കാണുമ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാൻ. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.